സഭയുടെ ഔദ്യോഗിക പ്രബോധനം അനുസരിച്ച് പിശാചുക്കൾക്ക് 4 പ്രവർത്തനങ്ങളാണ് ഉള്ളത്. ഒന്ന് സബ്ജക്ഷൻ. ജോബിൻ്റെ പുസ്തകത്തിലൊക്കെ പറയുന്നത് പോലെ പിശാച് നേരെ വന്ന് ഒരാളെ സബ്ജക്റ്റ് ചെയ്യുകയാണ്. ഒരു രാജാവ് വന്ന് വേറൊരു രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കുന്നത് പോലെ നമ്മുടെ സമ്മതം കൂടാതെ നമ്മളെ വന്ന് സബ്ജക്റ്റ് ചെയ്യുകയാണ്, കീഴടക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിലുണ്ടാകാം. ജോബാണ് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് ഒരു ഒബ്സഷനാണ്. പിശാച് ഒബ്സഷൻ കൊണ്ടുവരും. നമ്മുടെ മനസ്സിൽ ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് ഇങ്ങനെ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അത് തിന്മയുടെ പ്രവൃത്തിയായിരിക്കുകയും ചെയ്യും. പക്ഷേ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റുകയില്ല. അതിനെയാണ് സഭ പറയുന്നത് ഒബ്സഷൻ. മൂന്നാമതായിട്ട് പിശാചിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നത് ഇൻഫെസ്റ്റേഷനാണ്. ഒരു വസ്തുവോ വ്യക്തിയോ പ്രസ്ഥാനമോ ഒക്കെ ഈ പിശാചിൻ്റെ ഇൻഫെസ്റ്റേഷനിൽ വരാം. പിശാച് ആവസിച്ച് അതിനെ അധീനപ്പെടുത്തി ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു പ്രവൃത്തിയിൽ മനുഷ്യന് വിടുതൽ കിട്ടണം. അതിനായിട്ട് സഭ ആവശ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ മനുഷ്യർ ആവശ്യപ്പെടുമ്പോൾ സഭ ഒരു പ്രാർത്ഥന ചെയ്യുന്നു. ആ പ്രാർത്ഥനയ്ക്കാണ് എക്സോർസിസം പ്രാർത്ഥന എന്ന് പറയുന്നത്. അതൊരു വ്യക്തിയെ വേണമെങ്കിൽ ഇതുപോലെ പൊസസ് ചെയ്യാം, സബ്ജക്റ്റ് ചെയ്യാം, ഇൻഫെസ്റ്റേറ്റ് ചെയ്യാം. നാലാമത്തെ പ്രവൃത്തിയായിട്ട്, പിശാചിൻ്റെ പ്രവൃത്തിയായിട്ട് പറയുന്നത് പൊസഷനാണ്. അപ്പോൾ അവരുടെ ബാഹ്യ മനുഷ്യനും ആന്തരിക മനുഷ്യനും പിശാചിൻ്റെ പ്രവർത്തനത്തിന് അടിമപ്പെടുന്നു. പിന്നെ അവർ പിശാച് കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോഴാണ് എക്സോർസിസം പ്രാർത്ഥന നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. ഭൂതോച്ചാടനം ഉപകാരപ്പെട്ട് വരുന്നത്.